ഒരു ഇമാമൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? കേട്ടോ, ഞാനില്ലാതെ നടത്താൻ നീ ഇപ്പൊ പഠിച്ചില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ? എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാക്കും ചെല്ലിയിരിക്കുന്നടി. നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാക്കും ചെല്ലിയാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു. പൊയ്ക്കോ. ഇത്രേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞു എന്നാണ് കരുതിയത് അബ്ദുൽ ബാസിദ്. പക്ഷെ കഴിഞ്ഞില്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പൊ ജയിലിനുള്ളിലുണ്ട് തലാഖ് ചൊല്ലിപ്പോയ കക്ഷി. അപ്പൊ എന്തായാലും ഇനി ഈ യുവതി കനിയണം, ജാമ്യം കിട്ടി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാണ് ആളുകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മോന്റെ പിറന്നാള്, 1ാമത്തെ പിറന്നാള് വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തതാണ്. അതാണ് പെട്ടെന്നുള്ള പ്രകോപനമായിട്ട് ഒരു ഡിവോഴ്സിന് മുത്തലാഖൊക്കെ ചൊല്ലാൻ കേക്ക് കട്ട് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്തു എന്നുള്ളതിന് കാരണമാവുക. എന്നിട്ട് അവരെ നിഷ്കരണം വലിച്ചെറിയുക. മറ്റൊരു വിവാഹം ഇയാൾക്കുണ്ട്, ആ വിവാഹബന്ധം അയാൾ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്, സ്ത്രീധന നിരോധന നിയമമുണ്ട്, ഒപ്പം തന്നെ ഇപ്പോൾ മുത്തലാഖ് ക്രിമിനൽ ഒഫൻസ് ആക്കിയതിനു ശേഷമുള്ള ഒഫൻസും ചുമത്തപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടും പുറത്തു വരാൻ എന്നുള്ളതാണ്. ഇതെന്തായാലും പ്രേക്ഷകരൊക്കെ പറയുന്നത് പോലെ ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ളതാണ് പ്രേക്ഷകരുടെയൊക്കെ പ്രതികരണം.